Hello, my dear students, my dear children. We are starting the exam preparation videos. This is the first one, social science മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ പരീക്ഷ ഫസ്റ്റ് ടൈം എക്സാം ഈ ഓഗസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി നിങ്ങളെ ഒരുക്കുക, നിങ്ങൾക്കൊരു റിവിഷൻ നൽകുക, നിങ്ങളെ എക്സാം പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോവുക. അതിനുള്ള വീഡിയോസാണ് ഇനി നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ ഫസ്റ്റ് വണ്ണാണ്. ഇന്ന് നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം, ആൻസേഴ്സും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാം പോർഷൻസ് കവർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരിക. അപ്പം നമുക്കറിയാം, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടേണ്ടത് നമ്മുടെ എക്സാമിന് നല്ല സ്കോറ് A+ ഗ്രേഡിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടണം. അപ്പം നമുക്കറിയാം, മുൻ കാലങ്ങളിലുള്ളത് ഉള്ള ഒരു പാറ്റേൺ അല്ല ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്കതപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ പരിചയപ്പെടണം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടണം. ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്കോറ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ പരിചയപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ എക്സാം, ഫസ്റ്റ് ടൈം എക്സാം, ഓണം എക്സാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ഈസി ആയിരിക്കും, നിങ്ങൾക്ക് നല്ല സ്കോറിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. അതാണ് സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ ഈ റിവിഷൻ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയും റിവിഷൻ ക്ലാസ്സുകളിലൂടെയും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക, വ്യൂ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് നല്ല ഒരു സ്കോറ് സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് വാങ്ങാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. നമുക്ക് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ടോട്ടൽ സ്കോറ് 80 മാർക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 80 മാർക്ക്. അപ്പോൾ 80 മാർക്കിന് ആദ്യം നമുക്ക് വരുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണ്? ആ ക്വസ്റ്റ്യൻസിന് ABCD ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഏതൊരു നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതിനകത്ത് ആൻസേഴ്സ് കാണും. ആൻസർ നമ്മൾ ചൂസ് ചെയ്ത് ആ ഒരു ആൻസർ മാത്രം നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതേണ്ടി വരുന്നു. ഓക്കെ, അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ആൻസർ സെലക്ട് ചെയ്യുന്നു, എഴുതുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ഐഡൻറ്റിഫൈ ദ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ വിച്ച് ദ ഇൻഡിജിനസ് ട്രൈബൽ കമ്മ്യൂണിറ്റി പിഗ്മീസ് ആർ സീൻ. അപ്പോൾ പിഗ്മികൾ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി കാണപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ABCD 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഹോട്ട് ഡെസേർട്സ്, തുന്ദ്ര റീജിയൻ ആൻഡ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. നമുക്കറിയാം അതിൻ്റെ ആൻസർ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് പിഗ്മീസ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ഔട്ട് ദോസ് റിലേറ്റഡ് വിത്ത് നിക്കോളാസ് കോപ്പർനിക്കസ് ഫ്രം എമംഗ് ദി ഫോളോയിങ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ നിക്കോളാസ് കോപ്പർനിക്കസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ചിലപ്പോൾ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ് കാണും, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ABCD, ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ABCD ആണ്. ABC, D ഇല്ല. ഇവിടെ ഓപ്ഷൻ 3 ഓപ്ഷൻസേ ഉള്ളൂ, ABC. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ആദ്യം വായിക്കാം. A, ചലഞ്ച്ഡ് ജിയോസെൻട്രിക് മോഡൽ. ചലഞ്ച് ജിയോസെൻട്രിക് മോഡൽ, അത് കോപ്പർനിക്കസ് ആണോ ചെയ്തത്? ജിയോസെൻട്രിക് മോഡലിനെ അദ്ദേഹം ചലഞ്ച് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ നോക്കുക. ദ സ്പീഡ് ഓഫ് പ്ലാനറ്റ്സ് വേരീസ് ബേസ്ഡ് ഓൺ ദിയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. ഇദ്ദേഹമാണോ ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചത്? അതായത് പ്ലാനറ്റ്സിൻ്റെ സ്പീഡ് സണ്ണുമായിട്ട് ആ പ്ലാനറ്റിനുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ സ്പീഡ്. നമുക്കറിയാം ഓരോ പ്ലാനറ്റും
അത് റിവോൾവ് ചെയ്യുന്നത് വ്യത്യസ്ത സ്പീഡുകളിലാണ്. അപ്പോൾ ഈ സ്പീഡും അതിന് ആ പ്ലാനറ്റിന് സണ്ണുമായിട്ടുള്ള ഡിസ്റ്റൻസും കണക്റ്റഡ് ആണോ? ഇത് കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ് ആണോ? Then seminal discoveries including satellites of Jupiter and rings of Saturn ഇദ്ദേഹമാണോ ചെയ്തത്? ജൂപ്പിറ്ററിൻ്റെ ആ സാറ്റലൈറ്റിനെ പറ്റി, അതുപോലെ തന്നെ ശനി ഗ്രഹത്തിൻ്റെ റിങ്സിനെ പറ്റിയൊക്കെ കണ്ടുപിടിച്ച ആളാണോ കോപ്പർനിക്കസ്? ദെൻ demonstrated that the earth and the other planets revolves around the sun. എർത്തും മറ്റു പ്ലാനറ്റ്സും സണ്ണിനെ റിവോൾവ് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ് ആണോ? അപ്പം നമുക്കറിയാം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കോപ്പർനിക്കസിനെ അദ്ദേഹത്തിന് യോജിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഏതാണ്? എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുമാണ് അദ്ദേഹത്തിന് യോജിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എങ്ങനെ വരുന്നു? എ ബി എന്നൊരു ആൻസർ തന്നിട്ടുണ്ട്, ബി സി എന്നൊരു ആൻസർ തന്നിട്ടുണ്ട്, ദെൻ സി ഡി എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ആൻസർ ഏതാണ്? എയും ഡിയും. ഓക്കെ, അപ്പോൾ അത് ഡി ആയിട്ട് അങ്ങനെ ഒരെണ്ണം കാണും കേട്ടോ. ഡി ഓപ്ഷനാണ്, അങ്ങനെ കാണും. എയും ഡിയുമാണ് ഇദ്ദേഹത്തിന് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ദെൻ ഐഡൻറ്റിഫൈ വിച്ച് ഈസ് നോട്ട് ദ ലിമിറ്റേഷൻ ഓർ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്. കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, വിച്ച് ഈസ് നോട്ട് ദ ലിമിറ്റേഷൻസ്. കണ്ടോ, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ അല്ല എന്നാണ് ചോദിക്കുന്നത്. കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് അല്ലാത്തത് ഏതൊക്കെയാണ്? റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, പ്രൊവൈഡ് സയൻറ്റിഫിക് നോളജ്, ബേസ് ഇറ്റ്സെൽഫ് ഓൺ സ്റ്റീരിയോടൈപ്സ്, കോംപ്ലക്സ് സോഷ്യൽ പ്രോബ്ലംസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. ഇതിൽ രണ്ടെണ്ണം കറക്റ്റാണ് അല്ലേ? രണ്ടെണ്ണം കറക്റ്റാണ്. ഏതൊക്കെയാണ് കറക്റ്റ്? റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ആൻഡ് ഓർ പ്രാക്ടീസസ്, അതാണ് കോമൺ സെൻസ് നോളജ്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്, ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്. അതിനകത്ത് ലിമിറ്റേഷൻസ് അല്ലാത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്. ദെൻ കറക്റ്റായിട്ട് വരുന്ന ഏതാണ്? സി നോക്കിക്കേ, ബേസ് ഇറ്റ്സെൽഫ് ഓൺ സ്റ്റീരിയോടൈപ്പ്. സ്റ്റീരിയോടൈപ്പിൽ അതിനെ കുടുക്കി വെക്കുന്നു. ഓക്കെ, എയും സിയും കറക്റ്റാണ്. അപ്പോൾ കറക്റ്റ് അല്ലാത്തത് ഏതൊക്കെയാണ്? ബിയും ഡിയും കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കറക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എയും സിയുമാണ് കറക്റ്റ്. ഓക്കെ, ബിയും ഡിയും ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് or pair are related to local winds? Hurricanes, Fon, then Willis, Harmattan. ഇതിൽ ഏതൊക്കെയാണ്? ഫൊന്നും ഹർമാറ്റനും അല്ലേ? അത് രണ്ടുമാണ് ലോക്കൽ വിൻഡ്സ്, ഫൊൻ ആൻഡ് ഹർമാറ്റൺ. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ കറക്റ്റ്? ബി ആൻഡ് ഡി. ബി ഫൊൻ, ഡി ഹർമാറ്റൻ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ, ബി ആൻഡ് ഡി. ഓക്കെ, അത് നമ്മൾ ആൻസറിലേക്ക് എഴുതുക. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ ബി സി, പെട്രാക്ക്, നിക്കോളോ മാക്കിയവെല്ലി, ഡാൻഡി. ദ പ്രിൻസ്, ദ ഡിവൈൻ കോമഡി, sonnets addressing Laura. Then C column, reflect human emotions, patriotism, fascination or natural phenomenon. Leading exponent of humanism. Ruler should remain impartial and avoid showing favoritism to specific groups. അപ്പോൾ
പെട്രാക്കിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ, മാക്കിയവെല്ലിയെ സംബന്ധിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഡാൻഡയെ സംബന്ധിച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇവർ 3 പേരും പ്രധാനപ്പെട്ട റെനേസൻസ് റൈറ്റേഴ്സാണ്. റെനേസൻസ് റൈറ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെട്രാക്കും മാക്കിയവെല്ലിയും ഡാൻഡയും. ഇവരെ പറ്റി ഷോർട്ട് നോട്ടിന് നിങ്ങൾ പഠിച്ചോണം. ഇവരുടെ പുസ്തകങ്ങളുടെ പേര്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ പഠിച്ചു വെച്ചോണം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? പെട്രാക്കിന് കറക്റ്റായിട്ട് വരുന്നത് സോണറ്റ്സ് അഡ്രസ്സിങ് ലോറ, അല്ലേ? സോണറ്റ്സ് അഡ്രസ്സിങ് ലോറ, ഹ്യൂമനിസം. ഓക്കെ. ദെൻ നിക്കോളോ മാക്കിയവെല്ലിക്ക് കറക്റ്റായിട്ട് വരുന്ന ഏതാണ്? അദ്ദേഹത്തിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് റിഫ്ലെക്ട്സ് ഹ്യൂമൻ ഇമോഷൻസ്, പേട്രിയോട്ടിസം, ഫാസിനേഷൻ ഓർ നാച്ചുറൽ ഫിനോമിനൻ. ഓക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ തേർഡ് കോളത്തിൽ നിന്ന് കറക്റ്റായിട്ട് വരുന്നത് റൂളർ ഷുഡ് ബി റിമൈൻ ഇമ്പാർഷ്യൽ ആൻഡ് അവോയ്ഡ് ഷോയിങ് ഫേവറേറ്റിസം ടു സ്പെസിഫിക് ഗ്രൂപ്പ്സ്. ഓക്കെ. അപ്പം മാക്കിയവെല്ലിയുടെയാണ് പ്രിൻസ്. ഓക്കെ. ദെൻ ഡാൻഡേക്ക് കറക്റ്റായിട്ട് വരുന്നത് ദ ഡിവൈൻ കോമഡി. ഓക്കെ. അപ്പോൾ ഡിവൈൻ കോമഡിയാണ് റിഫ്ലെക്സ് ഇമോഷൻസ് 1, അല്ലേ? അദ്ദേഹത്തിൻ്റെ റിഫ്ലെക്സ് ഇമോഷൻസ്, പൈട്രോട്ടിസം, ഫാസിനേഷൻ ഫോർ നാച്ചുറൽ ഫിനോമിനൻ. ഓക്കെ. അപ്പോൾ പെട്രാക്ക് തേർഡ് സോണറ്റ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ലീഡിങ് എക്സ്പോണൻ്റ് ഓഫ് ഹ്യൂമനിസമാണ്. മാക്കിയവെല്ലി പ്രിൻസാണ്. റൂളർ ഷുഡ് ബി റിമൈൻ എന്നുള്ള സംഭവമാണ്. ഡാൻഡെ ഡിവൈൻ കോമഡിയാണ്. റിഫ്ലെക്സ് ഇമോഷൻസ് ആൻഡ് പേട്രിയോട്ടിസം, ഫാസിനേഷൻ ഓഫ് നാച്ചുറൽ ഫിനോമിനൻ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എ ആണ്. സെലക്ട് ചെയ്യേണ്ടത് ABCD കണ്ടല്ലോ, അതിനകത്ത് എ ആണ് കറക്റ്റ്. അവിടെ എല്ലാം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത 6th ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു the consumer disputes redressal system. In this statement, find the right one. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കണ്ടുപിടിക്കുക. സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്കൊന്ന് വായിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1. The cases involving compensation exceeding ₹10 crore were considered in the State Consumer Dispute Redressal Commission. Then statement 2, cases involving compensation between ₹1 crore to ₹10 crore were considered in District Consumer Dispute Redressal Commission. അപ്പോൾ ഡിസ്ട്രിക്ട് ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനുണ്ട്, സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനുണ്ട്, നാഷണൽ കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷനുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇവർ പറയുന്നത് 1 is true എന്ന് പറയുന്നു. രണ്ടാമത്തെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 2 is true എന്ന് പറയുന്നു. മൂന്നാമത്തെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്ന് പറയുന്നു. ഡി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ് എന്ന് പറയുന്നു. ഇവിടെ പറയുന്നിരുന്നത് 10 crore എബോവ് ഉള്ളത് സ്റ്റേറ്റ് റിഡ്രസൽ കമ്മീഷനാണെന്ന് പറയുന്നത് ഫോൾസ് ആണ്. 10 crore 1 crore to 10 crore അത് കൺസ്യൂമർ കാണിക്കേണ്ടത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിലാണെന്ന് പറയുന്നതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഡി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്. 10 crore എബോവ് ഉള്ളത് നാഷണൽ ലെവലിലേക്ക് വിടേണ്ടതാണ്. ദെൻ 1 crore 10 crore ഇടയ്ക്കുള്ളത് സ്റ്റേറ്റ് ആണ് നോക്കേണ്ടത്. 1 crore വരെയുള്ളതാണ് ഡിസ്ട്രിക്റ്റ് നോക്കുന്നത്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ഡി. 7th ക്വസ്റ്റ്യൻ. ഹൂ റോട്ട് ദ ബുക്ക് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻ 1959? ചാൾസ് റൈറ്റ് മിൽസ്. സോഷ്യോളജിക്കൽ imagination. Then 8th question. Arrange the following historic events in chronological order. ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനുള്ള ഒരു
ചോദ്യമാണ്. ഇങ്ങനെയൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. തന്ന ഇവൻസിനെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതുക. ഓക്കെ. എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഇഫക്റ്റ് ഇൻ ഫ്രാൻസ്. ഇത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ക്രൊണോളജിക്കൽ ഓർഡറിലാക്കാൻ എളുപ്പമുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർത്താൽ മാത്രം മതി. ദ ടെന്നീസ് കോർട്ട് ഓത്ത്, ഫോൾ ഓഫ് ബാസ്റ്റൈൽ, ഡിക്ലൈൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അവർ തന്നിട്ടുണ്ട്, ABCD. അപ്പോൾ ഇതിനെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഇതിനെ ഒന്ന് ക്രൊണോളജിക്കൽ ഓർഡറിലാക്കിയിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുക. സെക്കൻഡ് വണ്ണാണ് ഇതിലെ ആദ്യത്തെ കാര്യം. തേർഡ് വണ്ണാണ് ഇതിൻ്റെ അടുത്ത സംഭവം. ഫോർത്ത് വണ്ണാണ് മൂന്നാമത്തെ സംഭവം. ഫസ്റ്റ് വൺ ലാസ്റ്റാണ് വരുന്നത്. എന്തായിരുന്നു ഫസ്റ്റ് വൺ? ഫസ്റ്റ് വൺ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ ഫ്രാൻസ്. അതല്ലേ ലാസ്റ്റ് സംഭവിച്ചത്. ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ വരിക. ഓക്കെ. ടെന്നീസ് കോർട്ട് ഓത്ത് ആണ് ഫസ്റ്റിലെ വരിക. ഓക്കെ. അപ്പോൾ അത് വെച്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ടെന്നീസ് കോർട്ട് ഓത്താണ് ഈ സെക്കൻഡ് വൺ. അപ്പോൾ അതാണ് ഫസ്റ്റിലെ വരേണ്ടത്. പിന്നെ തേർഡ് വൺ, പിന്നെ ഫോർത്ത് വൺ, പിന്നെയാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 8 ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. ആ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുന്നത് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ തെറ്റ് പറ്റാം. ഓക്കെ. ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പോൾ ഒരു 2 പോയിൻ്റ് എങ്കിലും മിനിമം എഴുതുക. മോർ പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാം എങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. ഒരു 3 പോയിൻ്റ്, 2 or 3 points. Renaissance is a shift from the divine-centered outlook to the human-centered outlook. Substantiate the statement by evaluating the Renaissance painting. കണ്ടോ, റെനേസൻസ് എന്ന് പറയുന്നത് ഡിവൈൻ സെൻറ്റേഡ് ഔട്ട്ലുക്കിൽ നിന്നും ഹ്യൂമൻ സെൻറ്റേഡ് ഔട്ട്ലുക്കിലേക്ക് ഉള്ള മാറ്റമാണ്. ആണല്ലോ, ഡിവൈൻ സെൻറ്റർ ആയിട്ടുള്ള സ്വർഗം അല്ലെങ്കിൽ ഡിവൈൻ മതം അല്ലേ, റിലീജിയൻ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരുന്നു അതാണ് അവരുടെ ആദ്യത്തെ, അതായത് മിഡീവിയൽ ടൈമിലെ പോളിസി. എന്നാൽ റെനേസൻസ് സമയത്ത് ഇതിൽ നിന്ന് ഷിഫ്റ്റ് ഉണ്ടായി. അതാണ് ഹ്യൂമനിസം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഹ്യൂമനിസം ചാപ്റ്ററിനെ ആ നെയിം കൊടുത്തിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. റെനേസൻസ് പീരീഡിൽ ഹ്യൂമനിസത്തിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. പക്ഷെ ചോദ്യം എന്താണ്? അതൊന്നുമല്ല ചോദ്യം. ചോദ്യം ഇതാണ്, റെനേസൻസ് പെയിൻറ്റിങ്ങിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് റെനേസൻസ് പെയിൻറ്റിങ്. അപ്പോൾ അത് തന്നെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ലാൻഡ്സ്കേപ്പ്, യൂസ് ഓഫ് കളർ ടു ഇലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്, റിയലിസ്റ്റിക് ഡിപ്പിഷൻ ഓഫ് ദി ഹ്യൂമൻ ബോഡി, ദ യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റ്, പോർട്രേറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി, ഓയിൽ പെയിൻറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. ഹ്യൂമൻ ബോഡി നമ്മൾ ഡേവിഡൊക്കെ കണ്ടതാണ്. ഹ്യൂമൻ ബോഡിയുടെ അത് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. ഓക്കെ, ഐക്കണുകളല്ല. നേരത്തെ, അതായത് മിഡീവിയൽ ടൈമിൽ ഐക്കൺസ് ആയിരുന്നു, റിയൽ ഫോമിലല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ റിയലിസ്റ്റിക് ആയി. ഓക്കെ. ഇൻ മിഡിൽ ഏജ് medieval paintings emphasize spiritual elements such as angels and heavenly realms. Okay. Then or question ഉണ്ട്. How did the emergence of humanism impact the course of world history? എങ്ങനെയാണ് ഹ്യൂമനിസം വേൾഡ് ഹിസ്റ്ററിയെ അഫക്റ്റ് ചെയ്തത്, ഇമ്പാക്റ്റ് ചെയ്തത്? What was the impact of humanism in world history? People began to read ancient Greek Roman works. Humanists produced works in regional language. ഓർത്ത് വെച്ചോണം, റീജിയണൽ ലാംഗ്വേജിലേക്ക് എഴുതാൻ തുടങ്ങി. മറ്റേത് ലാറ്റിൻ ആയിരുന്നു അല്ലേ. ക്രിയേറ്റഡ് പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഇൻ ദ ഗ്രീക്ക് റോമൻ സ്റ്റൈൽ. ഗ്രീക്ക് റോമൻ ആർട്ട് depicts God, the wealthy and the powerful in all its beauty and splendor. Humanism brought changes across various spheres including painting, architecture,
literature, politics, history, etc. Give space for disagreements and criticism. അപ്പോൾ ഹ്യൂമനിസമാണ് ക്രിറ്റിസിസത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനു മുമ്പ് ക്രിറ്റിസിസം ഇല്ല, സ്ലേവറി ആയിരുന്നു. എന്തു പറഞ്ഞാലും അതനുസരിക്കുക. പക്ഷേ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജിലേക്ക് ബുക്കുകൾ വരാൻ തുടങ്ങി. ആളുകൾ റീഡ് ചെയ്യാൻ തുടങ്ങി, ബുക്കുകൾ റീഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എല്ലാ രംഗത്തും ചേഞ്ചസ് കൊണ്ടുവന്നു. ആ എല്ലാ സ്പിയേഴ്സും എഴുതുക. Then, question number 10. One of the features of sociological imagination is to understand social problems in depth. ഓക്കെ, ശരിയല്ലേ? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സോഷ്യൽ പ്രോബ്ലംസിനെ അതിൻ്റെ ഡെപ്തിൽ കണ്ടെത്തുന്നു. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. എക്സ്പ്ലെയിൻ ദിസ് ഫീച്ചർ ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ സ്റ്റാറ്റസ്. ജെൻഡർ സ്റ്റാറ്റസിൻ്റെ ബേസിൽ ഈ സോഷ്യൽ പ്രോബ്ലത്തെ ഡെപ്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. ഏതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ വിഷയം? ജെൻഡർ സ്റ്റാറ്റസ്. While common sense often blames a lack of individual initiative for women low workforce participation, the sociological imagination reveals systematic barriers. അപ്പം വിമൻ അവർക്ക് അവരുടെ സോഷ്യൽ സർക്കിളിൽ അല്ലെങ്കിൽ അവരുടെ ജോലി സാധ്യത അല്ലേ, മെന്നിനുള്ള ജോലി സാധ്യതയുടെ ഈക്വലായിട്ട് വിമന് വരുന്നില്ല. അത് കോമൺ സെൻസ് നോളജിൽ അതിൻ്റെ റീസൺ അവർ കണ്ടെത്തുന്നതും സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കുന്നതും രണ്ട് രീതിയാണ്. എന്തൊക്കെയാണ്? ജെൻഡർ നോംസ് ഓഫൺ ഡിസ്ക്രേറ്റ് ദാറ്റ് men are providers while women are confined to domestic caretaking and directly initiating their economic opportunities. Furthermore, unequal access to education stunts women's professional growth. By analyzing these cultural, economic and educational structures, we can understand that the gender gap in labor is a result of sociological design rather than personal choice. അപ്പോൾ സ്ത്രീകൾ കൂടുതൽ ജോലിയിലേക്ക് വരുന്നില്ല. അതിൻ്റെ കാരണം സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ പറയുന്നതും സോഷ്യോളജിക്കൽ അതായത് കോമൺ സെൻസ് നോളജി പറയുന്നതും രണ്ട് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ടുണ്ടാകുന്നു? സോഷ്യൽ ഡിസൈൻ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്നതാണ്. സൊസൈറ്റിയുടെ സ്ട്രക്ചർ കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലാതെ പേഴ്സണൽ ചോയ്സ് അല്ല. അതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ അതിനെ സംബന്ധിച്ചുള്ള കൺക്ലൂഷൻ. ഓക്കെ, മറ്റൊരു പറയുന്നത് പേഴ്സണൽ ചോയ്സ് ആണ്. ഓർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യനും വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതിനാണോ കൂടുതൽ പോയിന്റ്സ് അറിയാവുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സമയം ഏതാണ്? നിങ്ങളുടെ കോൾ ഓഫ് ടൈം ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? കോൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉണ്ട്. ആ ടൈം ഉപയോഗിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് പോയിന്റ്സ് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ വേണം സെലക്ട് ചെയ്യാൻ അല്ലേ? അത് സ്മാർട്ടായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാട്ട് ഡു യു മീൻ ബൈ സെൽഫ് റിഫ്ലെക്സിവിറ്റി? എലുസിഡേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിഫ്ലെക്സിവിറ്റി ഇൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലെ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്താണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ എക്സ്പീരിയൻസ് and social structure by fostering self-reflexivity. By evaluating one's own thoughts and actions through the critical lens, individual can move beyond limited common senses perspective to identify the broader social forces driving personal challenges. Ultimately, this analytical approach benefits both the individual and society by fostering deeper self-awareness and a systematic understanding of human issue. ഓക്കെ, അപ്പോൾ
ഒരു പ്രോബ്ലത്തിൻ്റെ ഡെപ്തിലേക്ക് കടന്നു പോകാനായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് എങ്ങനെയാണ്? അതിന് ഏറ്റവും സഹായിക്കുന്നത് സെൽഫ് റിഫ്ലെക്സിവിറ്റിയാണ്. സെൽഫ് റിഫ്ലെക്സിവിറ്റി, ഒരാളുടെ സെൽഫ് റിഫ്ലെക്സിവിറ്റി അയാൾ തന്നെ അസസ് ചെയ്യുമ്പോൾ അയാൾക്ക് അയാളുടെ പേഴ്സണൽ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതെടുത്ത് പഠിക്കുക. സോഷ്യോളജിക്കൽ ഇമാജിനേഷനൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചോണം. കാരണം നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കും. ദ 11th ക്വസ്റ്റ്യൻ, ദ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ ഫോം ആൻഡ് റൈറ്റ് ദ നെയിംസ്. വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള പാഠത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ കണ്ടൻസേഷൻ്റെ ഫോംസ് ഏതൊക്കെയാണ്, അതിൻ്റെ പേരുകൾ എഴുതുക. ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് ടു ഫോം ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ, അതാണ് ഡ്യൂ അല്ലേ. ഡ്യൂവിനെ സംബന്ധിച്ച് എഴുതുക. ഡ്യൂ. ദെൻ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ലെസ് ദാൻ 0.001 സെൻറ്റിമീറ്റർ ക്ലൗഡ്. അപ്പോൾ 2 എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 2 ആവശ്യമേ ഉള്ളൂ. ഇത് സ്നോയും അല്ലെങ്കിൽ ഫോഗ്, മിസ്റ്റ്, അത് നിങ്ങൾക്ക് എഴുതാം. ഫോംസ് ഓഫ് കണ്ടൻസേഷൻ, ഡ്യൂ, മിസ്റ്റ് ഓർ ഫോഗ്, ദെൻ ക്ലൗഡ്. ഇതിലേതൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ദെൻ 12th ക്വസ്റ്റ്യൻ, ഫിയറിംഗ് ദ റാത്ത് ഓഫ് ദി പീപ്പിൾ, Louis XVI approved the laws passed by the National Assembly. Which are they? അപ്പം നാഷണൽ അസംബ്ലി പാസ്സാക്കിയ ലോസ് എല്ലാം ലൂയി 16 പാസ്സാക്കി വിട്ടു. അദ്ദേഹം അതിനകത്ത് സൈൻ ചെയ്തു. ഏതൊക്കെയായിരുന്നു അത്? അബോളിഷൻ ഓഫ് സ്ലേവറി, ടേക്കിംഗ് അവേ ദ സ്പെഷ്യൽ പവേഴ്സ് വെസ്റ്റഡ് ഓൺ ദി നൊബിലിറ്റി, abolish the tax the people had to pay to the Catholic Church, then cancellation of additional taxes. അപ്പോൾ അഡീഷണൽ ടാക്സ് അവർ ക്യാൻസൽ ചെയ്തു, കാത്തലിക് ചർച്ചിന് കൊടുക്കുന്ന ടാക്സ് ഇല്ലാതാക്കി, അതുപോലെ തന്നെ സ്ലേവറി അബോളിഷ് ചെയ്തു, അതുപോലെ ഈ നൊബിലിറ്റിക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ക്ലർജിക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ പവേഴ്സ് അവർ എടുത്തു കളഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ വരുത്തി ആ ലോയ്ക്കാണ് ലൂയി 16 അപ്രൂവൽ കൊടുത്തത്. ഓക്കെ, ദെൻ 13. അപ്പോൾ അതിനകത്ത് ഫ്രാൻസിലെ അന്നത്തെ സോഷ്യൽ ഈവിൾസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അവർ നിർത്തലാക്കി. 13th ക്വസ്റ്റ്യൻ, എല്യൂസിഡേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ചസ്. ക്ലൈമാറ്റിക് ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബൽ ഇംബാലൻസസ്, പോളാർ ഐസ് ക്യാപ്പ് ഷ്രിങ്കേജ്, ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ്, മൺസൂൺ പാറ്റേൺ ഷിഫ്റ്റ്. നമുക്കറിയാം മൺസൂൺ പാറ്റേൺ നമ്മുടെ ഇന്ത്യയൊക്കെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ദെൻ റീജിയണൽ ഇംബാലൻസസ്, അങ്ങനെയുള്ള സ്റ്റെബിലൈസേഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ ക്ലൈമാറ്റിക് ചേഞ്ചസിൻ്റെയും ഇമ്പാക്റ്റ് പഠിച്ചു വെക്കുക. ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ചസ്, അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പബ്ലിക് പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഫക്റ്റുകൾ, അതിൻ്റെ ഇമ്പാക്റ്റ്. അപ്പം നിങ്ങളോട് ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും, പഠിച്ചു വെക്കുക. വാട്ട് ആർ ദ കോണ്ടിനെൻ്റൽ സിസ്റ്റം that Napoleon devised to destroy Britain? Why did it fall? Okay, അതിൻ്റെ ആൻസർ എന്താണ്? നെപ്പോളിയൻസ് ആർച്ച് enemy was Britain. He was sure he couldn't defeat Britain because they had well established naval power. He devised plans to destroy Britain economically. For this purpose, he formulated a plan that is called a continental system. According to this, countries that were under the control of France or the friendly nations of France were banned from trading with Britain. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഇക്കണോമിക്കലി ബ്രിട്ടനെ തളർത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. കാരണം
മറ്റേ മിലിറ്ററി പരമായിട്ട് അദ്ദേഹത്തിന് ബ്രിട്ടനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന് നെപ്പോളിയന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സിസ്റ്റമായിരുന്നു കോണ്ടിനെൻ്റൽ സിസ്റ്റം. ഓക്കെ, ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടർണിറ്റി എന്നുള്ള നമ്മുടെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ഇതുകൊണ്ട് എല്ലാവരും ഇതെടുത്ത് പഠിക്കുക. എന്താണ് ഈ കോണ്ടിനെൻ്റൽ സിസ്റ്റം? ഓക്കെ. 15th question, identify the climatic region in which the following grasslands belongs to. വെൽഡ്, കാമ്പോസ്. എവിടെയാണ്? ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ആണ് വെൽഡ്. കാമ്പോസ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുകയാണ്. 15 ക്വസ്റ്റ്യൻ നമ്പർ 15 വരെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.